ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ഇപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നിവിനെ സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ എടുത്തോണ്ട് ഓടുന്നതായിട്ട് കാണുന്നത്. അത് വേറൊന്നുമില്ല, നമ്മുടെ പണപ്പെരുമഴ ടാസ്കിന് നടന്നില്ല. അപ്പൊ ആ ടാസ്കിനകത്ത് ഓരോരുത്തർക്കും ഡ്യൂപ്ലിക്കേറ്റ് ക്യാഷുകൾ കിട്ടിയിട്ടുണ്ട്. ആ ക്യാഷുകളെല്ലാം ആർക്കൊക്കെ എത്ര കിട്ടിയോ അതൊക്കെ എണ്ണി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു, ഇത് ബിഗ് ബോസ് പറയുന്ന സമയത്ത് മാത്രമേ കൺഫ്യൂഷൻ റൂമിൽ അല്ല സോറി സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ പിന്നെ സ്റ്റോർ റൂമിൽ റേഷൻ സാധനങ്ങളൊക്കെ വന്നപ്പോൾ നൂറ എന്ത് ചെയ്യുന്നു, പണം നോട്ടുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു. അപ്പൊ അതിനകത്ത് കയറി ഈ നിവിൻ എടുത്തോണ്ട് ഓടുന്നതാണ്. എടുത്തോണ്ട് ഓടിയിട്ട് പോകുന്ന, അപ്പൊ എന്തോ എടുത്തോണ്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ അവര് നമ്മുടെ നൂറ് പിന്നാലെ ഓടി വരുന്നു. അവനെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഒളിപ്പിച്ച് വെക്കുന്നു. പിന്നീട് അത് 500 രൂപ എന്ന് പറയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി എണ്ണി കൊടുത്ത നോട്ടാണ്. അപ്പൊ ആ നൂറ് പറയുന്ന സാരമില്ല എടുത്തോളാൻ പറയുന്നത്, ഓൾറെഡി എണ്ണി കൊടുത്ത നോട്ടാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടല്ലോ, നിവിൻ ആർക്കാണ് ഈ നോട്ട് കൈമാറാൻ ശ്രമിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അത് ആ സമയത്ത് ചോദിക്കുന്നില്ല, അത് അതിനു മുമ്പ് നമ്മുടെ ഈ പണം എല്ലാവർക്കും കിട്ടിയതിന് ശേഷം ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ ചോദിച്ചു എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്ക് എത്ര രൂപ വീതം കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിവിന് ഓൾറെഡി 350 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നത് നിവിന് കിട്ടിയ പണം ആർക്ക് കൈമാറുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിവിന് ഓരോരുത്തർക്കായിട്ട് കൈമാറുന്നുണ്ട്. ഓൾറെഡി നിവിന് ആ എടുത്ത 350 രൂപ കിട്ടിയതിന് അതൊന്നും ആദിലേക്ക് നേരത്തെ കൈമാറുന്നുണ്ട്. ബാക്കിയുള്ള പൈസയാണ് ഓരോരുത്തർക്കും 10, 20, 50, 100 ഒക്കെ ആയിട്ട് പിന്നീട് അത് ലിവിംഗ് റൂമിൽ വിളമ്പുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതാണ്, അല്ലാതെ ഈ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഇനി നമ്മള് ലൈവിലൊന്നും ഇല്ലായിരുന്നു. ഇനി പ്രത്യേകിച്ച് ലൈവിൽ ഇനി അത് ബിഗ് ബോസ് ടെസ്റ്റായിട്ട് മാറ്റി മറിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. മാറ്റി മറിക്കുന്നില്ല എന്നാണ് ഈ പ്രതീക്ഷിക്കുന്നത്. കാരണം പിന്നീട് നടക്കുന്ന ലൈവിലൊന്നും ആ ഒരു വിഷയത്തെ കുറിച്ച് ആരോട് ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ചുമ്മാ പ്രമോ ഇല്ലേ നമ്മളെ ഇങ്ങനെ എന്താണെന്ന് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്.